السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم، وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുന്ന പ്രവാചകന്റെ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസരത്തിൽ പ്രവാചകന്റെ മാസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രവാചകനെ ഏറെ പാടിപ്പുകഴ്ത്തുകയും പ്രവാചകനെ കൂടുതൽ അനുസ്മരിക്കുകയും ചെയ്യുന്ന ഒരു അവസരം. ഞാൻ ഓർത്തുപോവുകയാണ്, ഒരു ഗുരുനാഥൻ ഒരിക്കൽ ഈജിപ്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളോട് ഓർമ്മിപ്പിച്ചൊരു കാര്യം, പ്രവാചകനെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ എന്നും ആഘോഷിക്കേണ്ടതാണ്. പക്ഷേ റബീഉൽ അവ്വലിൽ പ്രവാചകൻ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്ന ആ ഒരു മാസം എന്ന അർത്ഥത്തിൽ പ്രവാചകനെ കൂടുതൽ ആലോചിക്കുകയും കൂടുതൽ ഓർക്കുകയും പ്രവാചകനെ കൂടുതൽ ആഘോഷിക്കുകയും ചെയ്യുക ഒരു സത്യവിശ്വാസിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞത് ഓർക്കുകയാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തിയ പ്രവാചകൻ എന്ന നിലക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് ഒരുപാട് കടപ്പാടുകളുണ്ട്. നമുക്ക് ജീവവായു നൽകിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് സത്യത്തെ മനസ്സിലാക്കി തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് ഈ സത്യത്തിലേക്ക് നമ്മെ കൈപ്പിടിച്ചു കൊണ്ടുവന്ന് ഈ സത്യത്തെ ബോധ്യപ്പെടുത്തി തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരുപാട് അർത്ഥത്തിൽ പ്രവാചകനെ നാം ഇഷ്ടപ്പെടുന്നു. പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനെ നാം ഇഷ്ടപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടലാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു തന്നെ നമുക്ക് മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ പ്രവാചകരെ പിൻപറ്റുക, എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ജീവിതത്തിന്റെ മാതൃകയാക്കി തീർക്കുമ്പോഴാണ് ഒരു സത്യവിശ്വാസിയായി തീരുന്നത്, ഒരു മുഅ്മിനായി തീരുന്നത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം, അല്ലെങ്കിൽ നമുക്ക് ആലോചനക്കെടുക്കാനുള്ള വിഷയം, ബഹുസ്വരത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ബഹുസ്വരതക്കിടയിലെ പ്രവാചകൻ എന്ന വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. അസഹിഷ്ണുത ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലത്ത് യഥാർത്ഥ രീതിയിൽ എല്ലാ മതങ്ങളെയും കൂടെ നിർത്താനും മനുഷ്യനെന്ന പരിഗണന കൊടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഒപ്പം നിർത്താനും, എന്നാൽ സത്യം തുറന്നു പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനുമാണ് ഒരു സത്യവിശ്വാസി ശ്രമിക്കേണ്ടത് എന്ന ഒരു സന്ദേശമാണ് ഈ ഒരു വിഷയം നമുക്ക് നൽകുന്നത്. അസഹിഷ്ണുത ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഷ്ണുതയും, അതേപ്രകാരം റസൂലുള്ള മറ്റാളുകളെ മനുഷ്യനെന്ന നിലക്ക് ആദരവോടുകൂടെ മറ്റാളുകളെയെല്ലാം പരിഗണിച്ചിരുന്നതുമൊക്കെ നാം ഏറെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ്. വിശുദ്ധമായ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ, പുണ്യ റസൂലിന്റെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുണ്യ റസൂലിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആനായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരം വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്.
ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിശ്ചയമായും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിങ്ങളെ മുഴുവൻ ഞാൻ സൃഷ്ടിച്ചു. നിങ്ങളെ ഞാൻ വ്യത്യസ്ത ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കി തിരിച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ ഏറ്റവും ഉന്നതരാകുന്നത് നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവരാണ് എന്ന്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളതെല്ലാം 3 കാര്യങ്ങളിൽ ഊന്നി പ്രബോധനം നടത്താനാണ്. പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കടന്നു വന്നത് പ്രധാനമായും 3 കാര്യങ്ങളിൽ ഊന്നി പ്രബോധനം നടത്താനാണ്. ഒന്നാമതായി വിശ്വാസപരമായ കാര്യങ്ങൾ, രണ്ടാമതായി ആരാധനാപരമായ കാര്യങ്ങൾ, മൂന്നാമതായി സ്വഭാവ വിശുദ്ധി ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങളും അതേപ്രകാരം മാതൃകകളും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സത്യവിശ്വാസിയാകുന്നത് അവന്റെ വിശ്വാസം പൂർണ്ണമാകുമ്പോഴാണ്. ആ സത്യവിശ്വാസം പൂർണ്ണമായതിനു ശേഷം അവന്റെ ആരാധനകൾ അവൻ ക്രമപ്പെടുത്തിയെടുക്കുമ്പോൾ അവൻ ഒരു ആബിദായി, അല്ലെങ്കിൽ അവൻ ഇബാദത്ത് നിർവഹിച്ചവനായി തീരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഉത്തമ സ്വഭാവത്തിന്റെ സമ്പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്റെ നിയോഗം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അവൻ എങ്ങനെ ജീവിക്കണം? വിശ്വാസം എന്ന് പറയുന്നത് അവന്റെ വ്യക്തിപരമായ കാര്യമാണ്. ആരാധന എന്ന് പറയുന്നതും അവന്റെ വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ അവനൊരു ഉത്തമ സ്വഭാവമുള്ളയാളായി തീരുക എന്ന് പറയുന്നത് അതവന്റെ സ്വകാര്യമായ ഒരു കാര്യം എന്നതിലപ്പുറം അവന്റെ സാമൂഹികമായ പശ്ചാത്തലവും അവന്റെ കുടുംബപരമായ പശ്ചാത്തലവും ഒക്കെ പരിഗണിച്ചിട്ടുള്ള ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുസ്വരതയുടെ ആളായി നാം ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നാം ചിത്രീകരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, റസൂലുള്ള കൂടെയുള്ളവരെ വല്ലാതെ പരിഗണിച്ചിരുന്നു. റസൂലുള്ള കൂടെയുള്ളവരെ വല്ലാതെ കൂടെ നിർത്താൻ ശ്രമിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ളവരോട് കരുണ കാണിക്കാൻ എപ്പോഴും കൽപ്പിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ശ്രദ്ധിക്കുക. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, പ്രവാചകരെ ലോകർക്ക് മുഴുവൻ അനുഗ്രഹമായിട്ടാണ് നാം നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് എന്ന്. വിശുദ്ധ ഖുർആന്റെ ശൈലി തന്നെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, പ്രവാചകരെ നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് ഒരേ ഒരു കാര്യത്തിനാണ്, നിങ്ങളെ ഈ ലോകത്തിന്റെ അനുഗ്രഹമായിട്ട് മാത്രമാണ് അയച്ചിട്ടുള്ളത് എന്ന്. മറ്റൊരു സൂക്തത്തിൽ, മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്, പ്രവാചകരെ താങ്കൾ കാരുണ്യമുള്ളവനായതുകൊണ്ടാണ് താങ്കൾക്ക് ചുറ്റും ആളുകൾ കൂടുന്നത്. താങ്കൾ എപ്പോഴെങ്കിലും പരുഷ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ, പരുഷ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ ജനങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആളുകളോട് കരുണാമയനായി പ്രവർത്തിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് നമ്മൾ ഓർക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്റെ നിയോഗം എന്ന് പറയുന്നത് സകല ലോകങ്ങൾക്കും, ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, സകല ലോകർക്കും എന്ന് പറഞ്ഞാൽ, ആലമീൻ എന്ന് പറഞ്ഞാൽ അതിൽ മനുഷ്യനെന്നല്ല ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും അതിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾ വരെ ഉൾപ്പെടുത്തിയ ചില മുഫസ്സിറുകളുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അനുഗ്രഹമായിട്ടാണ് പ്രവാചകൻ സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ പ്രവാചകൻ നിയോഗിതനായിട്ടുള്ളത് എന്നാണ്. ഇതെല്ലാം ഈ ഒരു വിഷയത്തിൽ വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ അനുസരിച്ചാണല്ലോ തന്റെ ജീവിതം ക്രമപ്പെടുത്തിയത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ ഇങ്ങനെ ഖുർആൻ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയപ്പോൾ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുംതഹിനയിൽ 7-ാമതും 8-ാമതുമായ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവാചകരെ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടം ആളുകളോട് യുദ്ധം ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ വിലങ്ങുന്നില്ല. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകളോട്
നിങ്ങൾ യുദ്ധം ചെയ്യാത്ത ആളുകളെ തൊട്ട്, അതേപ്രകാരം നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്നും ഇറക്കി വിടാത്ത ആളുകളെ തൊട്ടും അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല. നിങ്ങൾ അവരോട് നീതിപൂർവം അൻതബറൂഹും വതുഖ്സിതൂഹും, അവരോട് നന്മ കാണിക്കുക, അവരോട് നീതി കാണിക്കുക എന്നുള്ളതിൽ നിന്നും അള്ളാഹു നിങ്ങളെ വിലങ്ങുന്നില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അവരോട് നിങ്ങൾ നീതി കാണിക്കണം, അള്ളാഹുവിന് നീതിമാന്മാരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നില്ല, നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ഗേഹങ്ങളിൽ നിന്ന് അവർ നിങ്ങളെ ഇറക്കിവിടുന്നുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശല്യമുള്ള യാതൊരു കാര്യം അവരും ചെയ്യുന്നില്ല എങ്കിൽ അവരോട് നീതിപൂർവം സമാധാനപൂർവം നിങ്ങൾ പെരുമാറണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. മറ്റൊരു അസുഖിന്റെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ശ്രദ്ധിക്കുക. ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും വലാഹിറു അലാ ഇഖ്റാജികും അൻ തവല്ലൗഹും വമൻ യതവല്ലഹും ഫഉലൈക ഹുമുൽ ളാലിമൂൻ. നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങൾ ജീവിക്കുന്ന നിങ്ങൾ താമസിക്കുന്ന വീടുകളിൽ നിന്ന് നാടുകളിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ എതിരിട്ട് നിൽക്കണം, അവരെ നിങ്ങളെ സഹായിയായിട്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. അവരെ സഹായിയായിട്ട് സ്വീകരിച്ചവരാണ് യഥാർത്ഥത്തിൽ അക്രമികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ റസൂലിനോട് അടുത്തു നിൽക്കുന്ന, ശത്രുത കാണിക്കാത്ത ആളുകൾ അവരോട് നല്ല രീതിയിൽ പെരുമാറാനും അവരെ കൂടെ കൂട്ടാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രവാചകനോടും അനുചരന്മാരോടും കൽപ്പിക്കുന്നത്. എന്നാൽ യുദ്ധം ചെയ്യുകയും എപ്പോഴും ശല്യമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ അവരുടെ സഹായികളായി മാറാൻ, അല്ലെങ്കിൽ അവരെ കൂടെ നിർത്താൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ തടസ്സമില്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ അവിടെ മറ്റുള്ള ആളുകളോട് സഹകരിക്കുന്നതും മറ്റുള്ളവരെ കൂടെ നിർത്തുന്നതും ഒരിക്കലും വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ നമുക്ക് അങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ കൂടെ നിർത്താനാണ് നമ്മോട് കൽപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇൻ അഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജ്റുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ് സുമ്മ അബ്ലിഗ്ഹു മഅ്മന ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅലമൂൻ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ അല്ലാഹു പറയുകയാണ്, സത്യനിഷേധികളിൽ നിന്ന്, മുശ്രിക്കീങ്ങളിൽ നിന്ന് ഒരാൾ നിന്നോട് വന്ന് സഹായം തേടിയാൽ, നിന്നോട് അഭയം തേടിയാൽ നീ അവൻ അഭയം നൽകണം. അങ്ങനെ അള്ളാഹുവിന്റെ വാക്യങ്ങളെ സത്യമായ രീതിയിൽ അവർക്ക് കേൾക്കാനുള്ള അവസരമുണ്ടാക്കണം. സ്വതന്ത്രമായി നല്ല കാര്യങ്ങൾ കേൾക്കാനും നല്ലതനുഭവിക്കാനും നല്ലത് ജീവിതത്തിൽ പകർത്താനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ അവസരങ്ങൾ ഉണ്ടാക്കി പിന്നീട് നിങ്ങൾക്ക് അവരെ നിർഭയമായ സ്ഥലങ്ങളിൽ എത്തിക്കാൻ കഴിയണം. കാരണം അവർ അറിവില്ലാത്തവരാണ്, അവർക്ക് അറിവ് നൽകേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധവേളകളിലും അതുപോലെയുള്ള മറ്റു സന്ദർഭങ്ങളിലുമെല്ലാം എങ്ങനെയാണ് മറ്റു മതസ്ഥരോട് പെരുമാറേണ്ടതെന്ന് പ്രത്യേകമായി നിർദ്ദേശിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിൽ മറ്റു മതക്കാരായ ആളുകളുടെ ദേവാലയങ്ങളുണ്ടെങ്കിൽ, മറ്റു മതക്കാരുടെ നേതാക്കന്മാരുടെ അവരുടെ പണ്ഡിതന്മാരുടെ ഗേഹങ്ങളുണ്ടെങ്കിൽ അവർക്ക് ശല്യം ചെയ്യാതിരിക്കാനും അവരുടെ ദേവാലയങ്ങൾ തകർക്കാതിരിക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ, മഹാന്മാരായ ചരിത്രകാരന്മാർ എഴുതി വെക്കുന്നുണ്ട്, നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസികളായിട്ട് മുശ്രിക്കുകളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അവരോടൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു റസൂലുള്ള പെരുമാറിയിരുന്നത്. നുബുവത്ത് ലഭിച്ചതിനു ശേഷവും പ്രവാചകന്റെ അയൽവാസികളായിട്ടുള്ള ആളുകളോട്, പ്രത്യേകിച്ച് മദീനയിൽ വന്നതിനു ശേഷം ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള അന്യമതസ്ഥരായ ആളുകൾ കൂടെ ജീവിക്കുമ്പോൾ അവരോട് വളരെ നല്ല രീതിയിൽ പെരുമാറാൻ, അവർ തരുന്ന ഭക്ഷണം കഴിക്കാൻ, അവർ ക്ഷണിക്കുമ്പോൾ ക്ഷണം സ്വീകരിക്കാൻ, അവരുടെ കൂടെ ജീവിക്കാൻ, അവരോട് കുശലം പറയാനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു എന്ന്
നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു ജൂത സ്ത്രീ പ്രവാചകന് വിഷം കലർത്തിയ ഭക്ഷണം നൽകിയതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്ന വലിയൊരു പാഠമുണ്ട്. ആരു ഭക്ഷണം നൽകിയാലും, അത് ജൂതനായാലും ക്രിസ്ത്യാനിയായാലും, ആരു ഭക്ഷണം നൽകിയതായാലും അവർ തരുന്ന ഭക്ഷണം സന്തോഷപൂർവ്വം റസൂലുള്ള സ്വീകരിക്കാറുണ്ടായിരുന്നു എന്ന വലിയൊരു സന്ദേശം ആ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ അവസരങ്ങളിലും കൂടെയുള്ള ആളുകളെ പരിഗണിക്കാൻ പറ്റുന്നിടത്തൊക്കെ പരിഗണിച്ചിരുന്നു. മക്ക ഫത്ഹിന്റെ വേളയിൽ നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയിച്ച് വിജയശ്രീലാളിതനായി മക്കയിലേക്ക് കടന്നു വരികയാണ്. മക്കയിലേക്ക് കടന്നു വരുന്ന സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ താഴ്മയോടുകൂടെ തലകുനിച്ച് മക്കയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ മക്കയിലുള്ള മുശ്രിക്കുകൾ പ്രതീക്ഷിക്കുന്നത്, ഇന്ന് മുഹമ്മദ് വിജയിയായി കടന്നു വരികയാണ്, ഇന്ന് നമ്മുടെ കഥ കഴിഞ്ഞതു തന്നെ എന്ന് പ്രതീക്ഷിച്ചാണ് അവരെല്ലാം ഇരിക്കുന്നത്. പക്ഷേ റസൂലുള്ള കടന്നു വന്നുകൊണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന്. അവർ പറഞ്ഞു, ഒരു മാന്യനായ സഹോദരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് നിന്നിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അന്നേരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പ്രഖ്യാപിക്കുന്നത്, കൊടിയ ശത്രുവായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒന്നിലധികം യുദ്ധങ്ങൾ നയിക്കുകയും ആ യുദ്ധങ്ങളിലെല്ലാം പ്രവാചകനും പ്രവാചകന്റെ അനുചരന്മാർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്ത അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പേടിച്ച് തന്റെ വീട്ടിൽ കതകടച്ചിരിക്കുകയാണ്. മുഹമ്മദ് എന്ത് നടപടി സ്വീകരിക്കുമെന്നറിയാൻ താല്പര്യപൂർവ്വം കാത്തിരിക്കുകയാണ്. പക്ഷേ റസൂലുള്ള കടന്നു വന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്, അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടിയവർക്ക് അള്ളാഹു അഭയം നൽകിയിരിക്കുന്നു, ഞാൻ അഭയം നൽകിയിരിക്കുന്നു, ഞാൻ നിർഭയത്വം നൽകിയിരിക്കുന്നു എന്നാണ്. നോക്കണം, ശത്രുപക്ഷത്തുള്ള പ്രധാനപ്പെട്ട നേതാവിനെ അള്ളാഹുവിന്റെ റസൂൽ കാണുന്നത് ആദരവോടുകൂടെയായിരുന്നു. അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടിയവർക്ക് നിർഭയത്വമുണ്ടെന്നാണ് പ്രഖ്യാപിച്ചത്. ഇങ്ങനെ പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ തുറക്കാനായി കടന്നു വരികയാണ്. ഒരുപാട് കാലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 10 വർഷത്തോളം മദീനയിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം മക്കയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന മുശ്രിക്കുകളിൽ നിന്ന് കഅബയുടെ താക്കോൽ സ്വീകരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെ പ്രവാചകന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. വിജയശ്രീലാളിതനാണ്, മക്കയുടെ വിജയിയാണ്, മക്കയുടെ അധിപനാണ്, മക്കയുടെ രാജാവാണ്. പക്ഷേ റസൂലുള്ള വളരെ താഴ്മയോടുകൂടെ അവിടെ ആ കഅബയുടെ താക്കോൽ വാങ്ങുകയും കഅബ തുറക്കുകയും പിന്നീട് കഅബ ഭദ്രമായി അടച്ചതിനു ശേഷം ആ താക്കോൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുന്നൊരു സന്ദർഭമുണ്ട്. റസൂലെ, ആ താക്കോലിനി നമുക്ക് സൂക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കോൽ സൂക്ഷിച്ചിരുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഖുദൂഹാ യാ ബനി ത്വൽഹ ഖാലിദതൻ താലിദതൻ ലാ യൻസഉഹാ മിൻകും ഇല്ലാ ളാലിം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഈ താക്കോൽ സൂക്ഷിക്കേണ്ടത് ഇത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്, ഇത് നിങ്ങളുടെ പിൻഗാമികൾക്കും ഖാലിദത്തൻ താലിദത്തൻ കൈമാറി നിങ്ങളുടെ കുടുംബത്തിലിരിക്കട്ടെ ഈ താക്കോൽ എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൈമാറുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ലാ യൻസഉഹാ ഇല്ലാ ളാലിം, ഒരു അക്രമിയല്ലാതെ നിങ്ങളിൽ നിന്ന് ആരും അത് അപഹരിക്കുകയില്ല എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഇത്രമാത്രം അധികാരം ലഭിച്ചപ്പോൾ പോലും തന്റെ കൂടെയുള്ള മനുഷ്യന്മാരോട് വളരെ കാരുണ്യപൂർവ്വം, വളരെ സഹവാസപൂർവ്വം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറിയതായി നമ്മൾ കാണുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നപ്പോഴും ഹുദൈബിയ സന്ധിയുടെ വേളകളിലുമൊക്കെ നമ്മൾ കാണുന്നത് ബഹുസ്വരതയെ വല്ലാതെ മാറോട് ചേർത്ത പ്രവാചകനെയാണ് നമുക്കവിടെയെല്ലാം കാണാൻ സാധിക്കുന്നത്. മദീനയിലേക്ക് കടന്നു വന്നപ്പോ ആദ്യമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ധിയിൽ ഏർപ്പെടുന്നത് ജൂതന്മാരുമായും ഏർപ്പെടുന്ന ആ കരാർ ചരിത്രത്തിൽ വളരെ പ്രശസ്തമായ കരാറാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരുമായി നടത്തിയ കരാർ ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ എന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത വലിയ പാഠങ്ങളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കരാറിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് പറയുന്നത്? ജൂതന്മാരായ ബനു ഔഫിൽപ്പെട്ട ജൂതരും അതേപ്രകാരം മദീനയിലേക്ക് കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളും സഹോദരന്മാരെ പോലെയാണ്.
എന്ന് പറഞ്ഞാൽ ബനു ഔഫിൽപ്പെട്ട ജൂതന്മാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ സഹോദരന്മാരെ പോലെ അത് പരിഗണിക്കുകയും അവർക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് എന്നാണ് ആ കരാറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രേഖപ്പെടുത്തി വെക്കുന്നത്. അതേപ്രകാരം ജൂതർക്ക് അവരുടെ മതവും മുസ്ലിങ്ങൾക്ക് അവരുടെ മതവും യഥേഷ്ടം സ്വീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ കരാറു പ്രകാരം ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും അള്ളാഹുവിന്റെ റസൂൽ നൽകുകയായിരുന്നു. അതേപ്രകാരം യുദ്ധമുണ്ടായാൽ ജൂതർക്കെതിരെയാണ് യുദ്ധമെങ്കിലും മുസ്ലിങ്ങൾക്കെതിരെയാണ് യുദ്ധമെങ്കിലും രണ്ടു വിഭാഗവും പരസ്പരം തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഒന്നിച്ചു നിന്ന് പോരാടണമെന്ന് ഈ കരാർ ആജ്ഞാപിക്കുകയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ അർത്ഥത്തിലും മറ്റു മതങ്ങളെ കൂട്ടിപ്പിടിക്കാൻ പറ്റുന്നിടത്ത്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ മറ്റു മതം എന്നല്ല പറയേണ്ടത്, മനുഷ്യനെ കൂട്ടിപ്പിടിക്കേണ്ടിടത്ത്, മനുഷ്യനെ കൂടെ നിർത്തേണ്ടിടത്ത്, മനുഷ്യന് സമാധാനം നൽകേണ്ടിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സഹിഷ്ണുതയോടെ വളരെ സഹവാസത്തോടുകൂടെ പെരുമാറിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപ്രകാരം ഹുദൈബിയ സന്ധിയുടെ വേളയിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഹുദൈബിയ സന്ധിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് ഉംറ ചെയ്യാനായി മക്കത്തേക്ക് പോവുകയാണ്. മക്കയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുചരന്മാർക്കും പ്രവേശനാനുമതി നിഷേധിക്കുകയാണ് മക്കയിലെ മുശ്രിക്കുകൾ. അവർ ചില നിബന്ധനകളോടുകൂടെ തൊട്ടടുത്ത വർഷം വരാൻ പറയുകയാണ്. ഹുദൈബിയ സന്ധിയിൽ നമ്മൾ ആലോചിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പ് നടന്ന ഒട്ടനവധി യുദ്ധങ്ങളിലും പോരാട്ടങ്ങളിലുമൊക്കെ വിജയിച്ച് മദീനയിൽ ഒരു വലിയ സാമ്രാജ്യം പടുത്തുയർത്തി അറേബ്യയിലാകെ വലിയ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ വലിയ ആധിപത്യത്തിന്റെ അടയാളങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റസൂലുള്ളാഹ് സ്വന്തം നാട്ടിലേക്ക് കഅബ തവാഫ് ചെയ്യാനും ഉംറ നിർവഹിക്കാനുമായി വന്നപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ തടഞ്ഞുവെക്കുന്നത്. അങ്ങനെ പിന്നീട് മുസ്ലിങ്ങൾക്കും അതേപ്രകാരം മുസ്ലിങ്ങളിലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖരായ ആളുകൾക്കുമൊക്കെ നീരസമുണ്ടാകുന്ന തരത്തിൽ എല്ലാം ഒതുക്കിക്കൊണ്ട്, എല്ലാം കീഴൊതുക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ധിക്ക് വേണ്ടി തയ്യാറാകുന്നത് നമ്മൾ കാണുകയാണ്. റസൂലുള്ളയെ ഒരുപാട് പ്രാവശ്യം ശത്രുപക്ഷത്ത് നിർത്തുകയും റസൂലുള്ളയെ ശത്രുവായി കാണുകയും റസൂലുള്ളയെ ദ്രോഹിക്കുകയും ചെയ്ത ആളുകൾ സന്ധിയുമായി മുന്നോട്ട് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ധിക്ക് സമ്മതം നൽകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും എതിർത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പലരും ദേഷ്യത്തോടുകൂടെ അല്ലെങ്കിൽ നീരസത്തോടുകൂടെ പെരുമാറി. പക്ഷെ പ്രവാചകൻ ശാന്തനായി സന്തോഷത്തോടുകൂടെ ഇതിൽ എന്തോ ഒരു വലിയ ഖൈറുണ്ടെന്ന് മനസ്സിലാക്കി, ഇതിലാണ് നന്മയെന്ന് മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ധിക്ക് കീഴ്പ്പെടുന്നതായി അല്ലെങ്കിൽ ആ സന്ധി ഒപ്പുവെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സന്ധി കരാർ ഒപ്പുവെക്കാൻ കടന്നു വരുന്ന ആള് നമുക്കറിയാം, സുഹൈൽ ബിൻ അംർ എന്ന് പറയുന്നയാളാണ്. സുഹൈൽ ബിൻ അംറിന്റെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദ്രോഹിക്കുകയും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്ത സുഹൈൽ ബിൻ അംർ പക്ഷെ കടന്നു വന്നപ്പോ ഇത് സമാധാനത്തിന്റെ കരാറാണെന്ന് മനസ്സിലാക്കി, ഇത് ശാന്തിയുടെ കരാറാണെന്ന് മനസ്സിലാക്കി, ഇതിൽ മനുഷ്യത്വമുണ്ടെന്ന് മനസ്സിലാക്കി പെരുമാറാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിച്ചത്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഹദീസുണ്ട്, അക്രിം ജാറക വലൗ കാന കാഫിറ. ഹദീസിന്റെ സാധ്യതയെക്കുറിച്ച് അല്ലെങ്കിൽ ഹദീസിന്റെ സിഹത്തിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അക്രിം ജാറക വലൗ കാന കാഫിറ എന്ന് പറയുന്ന ഹദീസ് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. നിന്റെ അയൽവാസി അവൻ സത്യനിഷേധിയാണെങ്കിൽ പോലും നീ അവനെ ആദരിക്കണം, ബഹുമാനിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസികളോട് കാണിക്കേണ്ട കടമകളെ കുറിച്ച് പറഞ്ഞിടത്ത് പറയുന്നുണ്ട്, നീ നിന്റെ വീട്ടിൽ ഒരു ഭക്ഷണമുണ്ടാക്കി അത് നീ ഭക്ഷിക്കുമ്പോൾ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ നീ വയറ് നിറക്കുന്നത് നിനക്ക് ഭൂഷണമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേപ്രകാരം തന്നെ നീ നിന്റെ വീട്ടിൽ കറിയുണ്ടാക്കുമ്പോൾ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നവനാണെങ്കിൽ കറിയിൽ അല്പം വെള്ളം ചേർത്ത് കറി കുറച്ച് നീട്ടിവെച്ച് നീ നിന്റെ അയൽവാസിയുമായി പങ്കുവെക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അയൽവാസി ആരാണെങ്കിലും, അവൻ ഏതു വിശ്വാസക്കാരനാണെങ്കിലും, അവൻ ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ ആളാണെങ്കിലും അവനോട് ഈ ആദരവ് കാണിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നേരത്തെ നമ്മൾ സൂറത്തുൽ മുംതഹിനയിലെ ആയത്തുൽ ഓതി,
എന്താണ് ശത്രുവാകാനുള്ള മാനദണ്ഡം എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിച്ചു. നിങ്ങളോട് യുദ്ധം ചെയ്യുക, നിങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുക, അവരോട് മാത്രമേ നിങ്ങൾ ശത്രുത കാണിക്കേണ്ടതുള്ളൂ. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അവൻ ഏതു മതക്കാരനാണെങ്കിലും അവൻ ഏത് വിശ്വാസക്കാരനാണെങ്കിലും അവൻ നിങ്ങൾക്ക് ശല്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കണം, അവരെ കൂടെ നിർത്തണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ കാണുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജൂതന്റെ മൃതദേഹം കണ്ടപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുകയാണ്. അനുജനന്മാർക്കെല്ലാവർക്കും അത്ഭുതമായി. റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞു. റസൂലുള്ള തെറ്റിദ്ധരിച്ചിട്ട് നിന്നതാണോ എന്ന് വിചാരിച്ച് റസൂലുള്ളയോട് കൂടെ നിന്നിരുന്ന അനുചരന്മാർ വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, അതൊരു ജൂതന്റെ മൃതദേഹമല്ലേ എന്ന്. ഉടനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചത് അത് ജൂതന്റെ മൃതദേഹം എന്നതിലുപരി അതൊരു മനുഷ്യനല്ലേ എന്നായിരുന്നു. മനുഷ്യത്വത്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വില കൽപ്പിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെയാണ്, നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത് അങ്ങനെയാണ്. ഇവിടെ പലപ്പോഴും പല ആളുകളും സംശയം ഉന്നയിക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവത്തിന്റെ സിഹത്തിനെ കുറിച്ച്, ഇത് ശരിയാണോ എന്നതിനെക്കുറിച്ച് പലരും അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചെയ്തതിനെ കുറിച്ച് മഹാന്മാരായ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയെടുത്ത് പറയുന്നുണ്ട്, ഈ മയ്യത്ത്, ഈ മൃതദേഹം കൊണ്ടുപോയി കൺമുന്നിൽ നിന്നും മറയുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്നു എന്ന്. മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ഈ സ്വഭാവം പിന്നീട് സഹാബത്തിന്റെ കാലത്തും നിലനിന്നിരുന്നു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അഗ്നിയാരാധകനായ ഒരാളുടെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ മഹാനായ ഖൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവും സുഹൈൽ ബിൻ ഹനീഫ് റളിയല്ലാഹു അൻഹുവും എഴുന്നേറ്റ് നിന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ജീവിതം, അല്ലെങ്കിൽ അവിടുന്ന് കാണിച്ച ജീവിത മാതൃകകൾ, പ്രിയ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ കാണിച്ച മാതൃകകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ എന്ന പരിഗണനയെ കൂടെ വലഖദ് കറംനാ ബനി ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ആദരവ്, ബഹുമാനം എന്ന് പറയുന്നത് അത് മനുഷ്യപുത്രനായതുകൊണ്ട് നൽകേണ്ടതാണ്, മനുഷ്യപുത്രന് നൽകേണ്ടതാണ്. മറിച്ച് അവൻ ഏതെങ്കിലും മറ്റൊരു വിശ്വാസത്തിന്റെ, ഞാൻ വിശ്വസിക്കാത്ത വിശ്വാസത്തിന്റെ ആളാണോ, ഞാൻ നിലകൊള്ളുന്ന നിലപാടുകൾക്കെതിരാണോ എന്ന് നോക്കിയിട്ടല്ല ആളുകളെ ബഹുമാനിക്കേണ്ടത്. നമ്മൾ ബഹുമാനം നൽകേണ്ടത് മനുഷ്യനാണോ എന്ന് നോക്കിയിട്ടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ ഒരു മുസ്ലിമാണ്, ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിലാണ്, ജൂതന്മാർ വിശ്വസിക്കുന്നത് മോസസിലാണ്. അതേപ്രകാരം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷമായ ഇവിടുത്തെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്, ഹൈന്ദവ സഹോദരന്മാർ വിശ്വസിക്കുന്നത് വ്യത്യസ്തമായ ആരാധനാമൂർത്തികളിലാണ്. ഇവരെല്ലാം ഈ ആരാധനാമൂർത്തികൾ, അല്ലെങ്കിൽ ഇവിടെ പ്രതിപാദിക്കപ്പെട്ട ഈസാ നബിയും മൂസാ നബിയും ഒക്കെ എന്റെ എതിർപക്ഷത്താണെന്ന് വിശ്വസിക്കാൻ ഒരിക്കലും ഒരു മുസ്ലിമിന് സാധിക്കില്ല. മാത്രമല്ല, അങ്ങനെ വിശ്വസിക്കുന്നവൻ ഈസാ നബിയിലും മൂസാ നബിയിലും വിശ്വസിക്കാത്തവൻ സത്യവിശ്വാസി ആകുന്നില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരിക്കലും പ്രവാചകന്മാർക്കിടയിൽ വകതിരിവ് കാണിക്കാൻ കഴിയുകയില്ല, വേർതിരിച്ചു നിർത്താൻ സാധിക്കുകയില്ല. കുറച്ചു പ്രവാചകന്മാരെ നിങ്ങൾ വിശ്വസിക്കുന്നു, കുറച്ചാളുകളെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ ഒരിക്കലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുക, എന്നാൽ നമ്മൾ നിലകൊള്ളുന്ന നിലപാട് മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള അവസരം സൃഷ്ടിക്കാനാണ് മനുഷ്യർ ശ്രമിക്കേണ്ടത്. നമ്മൾ ആലോചിക്കേണ്ടത്, അസഹിഷ്ണുതാപരമായി പെരുമാറുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മെ വെറുക്കുകയും നമ്മിൽ നിന്ന് അകലുകയും നമ്മെ ഭയപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകുന്നു. ഇവിടെ പ്രബോധനത്തിന്റെ ഒരു സാഹചര്യം, ഒരു പശ്ചാത്തലം നഷ്ടപ്പെടുകയാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഇൻ അഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജ്റുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്. അല്ലാഹുവിന്റെ വചനം കേൾക്കാൻ സൗകര്യമാകുന്ന രീതിയിൽ, അള്ളാഹുവിന്റെ വചനം കേൾക്കാൻ സൗകര്യമാകുന്ന രീതിയിൽ നിന്നോടാരെങ്കിലും അഭയം തേടി വന്നാൽ അവൻ അഭയം നൽകുകയും അള്ളാഹുവിന്റെ വചനം അവനു കേൾക്കാനുള്ള സൗകര്യം നീ ഒരുക്കി കൊടുക്കുകയും ചെയ്യണമെന്നാണ് സൂറത്ത് തൗബയിലെ ആ ആയത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹിഷ്ണുതയോടുകൂടെ സഹവാസപരമായ ഒരു മനസ്സോടുകൂടെ നമ്മൾ പെരുമാറുമ്പോൾ നമ്മെ ആളുകൾ ഇഷ്ടപ്പെടുന്നു, നമ്മിലേക്ക് ആളുകൾ ആകൃഷ്ടരാകുന്നു. അങ്ങനെ നമ്മളിലുള്ള നന്മ നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നു. നന്മ എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കാത്തുസൂക്ഷിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് നന്മ എന്ന് ചോദിച്ചപ്പോ മൽ ബിർറു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ നന്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞത് അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്. നന്മ എന്ന് പറയുന്നത് സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള ജീവിതം, സന്തോഷത്തോടുകൂടെയുള്ള ജീവിതം, പുഞ്ചിരിയോടുകൂടെയുള്ള ജീവിതം, ആത്മവിശ്വാസത്തോടുകൂടെയുള്ള ജീവിതം, എല്ലാവരെയും വിശ്വാസത്തിലെടുക്കുന്ന ജീവിതം. ഇങ്ങനെ ഒരു ജീവിതം, സൽസ്വഭാവത്തോടുകൂടെയുള്ള ജീവിതമാണ് നന്മ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുന്നു, വമൽ ഇസ്മു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ എന്താണ് തിന്മ എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഇസ്മു മാ ഹക ഫീ സദ്രിക, നിന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യമാണ് തിന്മ എന്ന് പറയുന്നത്. അൽ ഇസ്മു മാ ഹക ഫീ സദ്രിക, നിന്റെ മനസ്സിൽ, നിന്റെ ഹൃദയത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന, ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യമാണ് തിന്മ എന്ന് പറയുന്നത്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിന്റെ ബാക്കിയായി മറ്റൊരു റിവായത്തിൽ പറയുന്നതായി മുഹദ്ദിസുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, അൽ ഇസ്മു മാ ഹക ഫീ സദ്രിക വകരിഹത അൻ യത്തലി അലൈഹി നാസ്, തിന്മ എന്ന് പറയുന്നത് നിന്റെ മനസ്സിൽ, നീ ഒരു കാര്യം ചെയ്യുമ്പോൾ നിനക്ക് തോന്നുകയാണ്, നിന്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ലല്ലോ, ഞാൻ ഈ ചെയ്യുന്നത് മോശമാണല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് തിന്മ എന്ന്. നീ അത് ചെയ്യുമ്പോൾ ആളുകൾ കാണുന്നത്, നാട്ടുകാർ കാണുന്നത് നിനക്ക് ഇഷ്ടമാകുന്നുമില്ല, നീ വെറുക്കുന്നു. അയാൾ കണ്ടാൽ മോശമാണ്, ഇന്നയാൾ കണ്ടാൽ മോശമാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് തെറ്റ് എന്ന് തെറ്റിനെ നിർവചിച്ചുകൊണ്ട്, തെറ്റിന് നിർവചനം നൽകിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തെറ്റ് എന്ന് പറയുന്നത്, ഒരു ചെറിയ തെറ്റ് സംഭവിക്കുമ്പോഴേക്ക് വലിയ വേദനയുണ്ടാവുകയും ഞാൻ എന്തോ വലിയ അപരാധം ചെയ്തു എന്ന് തോന്നുകയും ഉണ്ടാകണം. അതാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുന്നത് ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഉത്തമ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാണ്, അതിനുവേണ്ടിയാണ് എന്നെ നിയോഗിച്ചത് എന്നാണ്. അതിനുവേണ്ടി നിയോഗിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹദിയായ ആയിഷ ബീവി പറഞ്ഞത് നമ്മൾ ഓർക്കണം. റസൂലുള്ളാഹിയുടെ ജീവിതം, റസൂലുള്ളാഹിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഇങ്ങനെ ഈ ഒരർത്ഥത്തിൽ എങ്ങനെ ആളുകളോട് പെരുമാറണം, എങ്ങനെ ആളുകളെ പരിഗണിക്കണം, എങ്ങനെ ആളുകളോട് സംസാരിക്കണം, എങ്ങനെ ആളുകളെ കൂടെ നിർത്തണം എന്നതിനെ കുറിച്ചൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിൽക്കാലത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇസ്ലാമിന്റെ ഖലീഫമാരുടെ കാലത്തും നാം ഈ വലിയ സഹിഷ്ണുത, ഈ വലിയ സഹവാസം, ഈ വലിയ ബഹുസ്വരത നമ്മൾ കാണുകയാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവിടുത്തെ അഗ്നിയാരാധകരായിരുന്ന ആളുകൾ, അവർക്കൊരു സ്വഭാവമുണ്ടായിരുന്നു, സ്വന്തം മാതാവിനെ വേളി കഴിക്കുന്ന ഒരു പരിസ്ഥിതി, ഒരു സ്വഭാവം. ഈ സംഭവത്തെ കേട്ടപ്പോ, ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോ മഹാനായ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അദ്ദേഹം അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് എഴുതി ചോദിക്കുകയാണ്, ഈ വിഷയത്തിൽ എന്താണ് നമ്മൾ പറയേണ്ടത് എന്ന്. സ്വന്തം മാതാവിനെ വേളി കഴിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, ജന്മം നൽകിയ മാതാവിനെ വേളി കഴിക്കുന്ന സമ്പ്രദായം. ഈ സമ്പ്രദായത്തെക്കുറിച്ച് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതി ചോദിക്കുകയാണ്, താങ്കൾ മുൻഗാമികളെ പിന്തുടർന്നാൽ മതി എന്നായിരുന്നു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ നൽകിയ മറുപടി. എന്ന് പറഞ്ഞാൽ അവർ മുൻഗാമികളുടെ കാലത്തും അവരങ്ങനെ ചെയ്തിരുന്നു, ഇപ്പോഴും അവരങ്ങനെ ചെയ്യുന്നു. അവരുടെ മതം അവർക്ക് അനുവദിക്കുന്ന കാര്യം ചെയ്യാൻ നമ്മൾ ഒരിക്കലും തടസ്സമാകരുത് എന്നായിരുന്നു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി. ഇങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്യോപ്യയിലേക്ക് റസൂലുള്ളാഹിയിൽ നിന്നും റസൂലുള്ളാഹിയുടെ അനുചരന്മാർ ഹിജ്റ പോയ സന്ദർഭം നമുക്കറിയാം. അങ്ങനെ എത്യോപ്യയിലെത്തിയപ്പോ മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിമായിട്ടില്ല, ശത്രുപക്ഷത്തുള്ള അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ
സഹോദരിയായിരുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയും എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ സംഘത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ മഹദിയുടെ ഭർത്താവ് എത്യോപ്യയിലെത്തിയപ്പോൾ അദ്ദേഹം തന്റെ പഴയ മതത്തിലേക്ക്, ക്രിസ്ത്യൻ മതത്തിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇസ്ലാം കൽപ്പിക്കുന്നതു പ്രകാരം മറ്റൊരു മതത്തിലുള്ള ആളെ ഭർത്താവായി സ്വീകരിക്കാൻ മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയ്ക്ക് തടസ്സമുണ്ടാവുകയാണ്. ഇവിടെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ സംരക്ഷിക്കുക എന്നത് പ്രവാചകന്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു ബാധ്യതയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ, വിവാഹം കഴിക്കാൻ ആലോചിക്കുകയാണ്. ആര് വിവാഹം ചെയ്തു കൊടുക്കും? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ അബൂ സുഫിയാൻ ശത്രുപക്ഷത്താണ്, ശത്രുവിന്റെ നേതാവാണ്. ആര് വിവാഹം ചെയ്തു കൊടുക്കും? അങ്ങനെ അന്നത്തെ രാജാവായ, എത്യോപ്യയിലെ രാജാവായ നജ്ജാശിയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വലിയായി മാറുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നജ്ജാശി രാജാവ് ക്രിസ്തു വിശ്വാസ പ്രകാരം ഭരണം നടത്തിയിരുന്ന രാജാവാണ്. പിന്നീട് അദ്ദേഹം മുസ്ലിം ആയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും നജ്ജാശി രാജാവ്, എത്യോപ്യയിലെ നജ്ജാശി രാജാവ് ക്രിസ്തു മതപ്രകാരം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജാവാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്യോപ്യയിലെ ഈ രാജാവിനെ കുറിച്ച്, ഹബശയിലെ ഈ രാജാവിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹത്തിന്റെ പക്കൽ ആരും അനീതിക്ക് വിധേയരാകില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ രാജാവിനെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും ഏതു മാനദണ്ഡ പ്രകാരമാണ്? ആ രാജാവ് നീതി കാണിക്കുന്നുണ്ടോ എന്നാൽ നമുക്ക് സ്വീകാര്യനാണ്. ആ രാജാവ് അനീതി കാണിക്കുന്നോ എങ്കിൽ അദ്ദേഹം നമുക്ക് സ്വീകാര്യനല്ല എന്നാണ് പ്രവാചകൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ ഏതർത്ഥത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആളുകളെ, മനുഷ്യന്മാരെ മനുഷ്യനായി പരിഗണിക്കാൻ, മനുഷ്യത്വം കാണിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ഔത്സുക്യം നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും ജീവിതത്തിൽ നമ്മളത് മാതൃകയാക്കുകയും ചെയ്യേണ്ടതാണ്. സത്യനിഷേധിയാണെങ്കിൽ പോലും, അവൻ സത്യത്തിന്റെ നിഷേധിയാണെങ്കിലും സത്യത്തിന്റെ ശത്രുവാണെങ്കിലും അവനെ കൊണ്ട് ശല്യമൊന്നുമില്ലെങ്കിൽ അവനെ കൂടെ നിർത്താൻ, അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് അവന് സഹായം നൽകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിച്ചിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ശല്യമുണ്ടാക്കിയിരുന്ന, റസൂലുള്ളാ നടക്കുന്ന വഴിയിൽ റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് എപ്പോഴും കാർക്കിച്ചു തുപ്പിയിരുന്ന ഒരു ജൂത സ്ത്രീയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നും റസൂലുള്ളാഹിക്ക് ശല്യമുണ്ടാക്കുന്നു. പുണ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് തുപ്പുന്നു. റസൂലുള്ളയെ വളരെ മോശമായ രീതിയിൽ റസൂലുള്ളയോട് പെരുമാറുന്നു. ഒരു ദിവസം ആ സ്ത്രീയെ കാണാതായപ്പോൾ, ആ പെൺകുട്ടിയെ കാണാതെയായപ്പോൾ റസൂലുള്ള അന്വേഷിക്കുകയാണ് എവിടെ പോയി എന്ന്. അങ്ങനെ റസൂലുള്ള അവരെ അന്വേഷിച്ച്, അവരുടെ വീട്ടിലെത്തി അവരുടെ രോഗവിവരങ്ങൾ അന്വേഷിച്ച് അവരെക്കുറിച്ചുള്ള, അവർക്ക് നല്ല വർത്തമാനം, അവരോട് നല്ല വർത്തമാനം പറഞ്ഞ് തിരിച്ചു വന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ പഠിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ള മനുഷ്യന്മാരെ, കൂടെയുള്ളവരെ സഹോദരന്മാരായി കാണുകയും അവരെയൊക്കെ നല്ല രീതിയിൽ, നല്ല സ്വഭാവത്തോടുകൂടെ അവരോടൊക്കെ പെരുമാറുകയും ചെയ്തിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്ന ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചുറ്റുപാടുകളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അസഹിഷ്ണുതയുടെ ശബ്ദഘോഷങ്ങൾ, അസഹിഷ്ണുതയുടെ കോലാഹലങ്ങൾ, ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടാണ് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം പ്രബോധനം നടത്തി ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് ഇതൊക്കെയാണ്. പ്രവാചകന്റെ ശേഷം അനുചരന്മാർ നമുക്ക് കാണിച്ചു തന്നത് ഇതൊക്കെയാണ്. ഇതാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത്, എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്കിടയിൽ ഇന്ന് പ്രവാചകനുണ്ടെങ്കിൽ, ഈ വിഷയത്തിൽ എന്തു നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ്. ഏതു വിഷയമാണെങ്കിലും എടുത്തുചാട്ടമില്ലാതെ, ഭീകരവാദവും തീവ്രവാദവും ഇല്ലാതെ കാര്യങ്ങളെ വളരെ ശാന്തമായി സമീപിക്കുന്ന രീതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ ആലോചിക്കണം, യുദ്ധവേളകളിൽ പോലും നിങ്ങൾ അന്യമതസ്ഥർക്ക് ദ്രോഹമരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ, അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ, മതനേതാക്കന്മാരുടെ പർണശാലകൾ, അവകൾക്കൊന്നും കേടുപാട് സംഭവിക്കാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രീതി,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്ന നജ്റാനിലെ വഫ്ദ്, നജ്റാനിലെ ദൗത്യ സംഘം, അവർക്ക് പ്രാർത്ഥനാ സമയമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലിരുന്നാണ് ദൗത്യ സംഘത്തെ സ്വീകരിക്കാറുള്ളത്. മദീനയിൽ പോയവർക്കറിയാം, ഇന്നും അവിടെ ഓരോ തൂണുകൾക്കും ഓരോ പേരാണ്, ഓരോ തൂണുകൾക്കും ഒരു പേരാണ്. വഫ്ദിന്റെ പേരിലുള്ള, ദൗത്യ സംഘത്തിന്റെ പേരിലുള്ള ഒരു തൂണിനെ കുറിച്ച് മദീനയിൽ പോയവർക്കറിയാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദൗത്യ സംഘത്തെ സ്വീകരിച്ചിരുന്നത് പള്ളിയുടെ ഉള്ളിൽ വെച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് നജ്റാനിൽ നിന്ന് ഒരു സംഘം ക്രിസ്ത്യൻ വിശ്വാസികളായ ആളുകൾ കടന്നു വരികയും അവർ റസൂലുള്ളാഹിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർക്ക് പ്രാർത്ഥനയ്ക്ക് സമയമാവുകയും ചെയ്തപ്പോൾ പള്ളിയിൽ തന്നെ അവർക്ക് പ്രാർത്ഥനയ്ക്ക് സൗകര്യമൊരുക്കിയ പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ എന്താണ് നമുക്ക് നഷ്ടമാകുന്നത്? ഇവിടെ പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്യമതസ്ഥരായ ആളുകൾക്ക് ആരാധനയ്ക്ക് അവസരമൊരുക്കിയപ്പോൾ, സൗകര്യമൊരുക്കിയപ്പോൾ ഇവിടെ നഷ്ടമാകുന്നത് എന്താണ്? എന്നാൽ ഇവിടെ നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നഷ്ടപ്പെടുന്നതൊന്നുമില്ല, ഒന്നും നമുക്ക് നഷ്ടമാകുന്നില്ല. എന്നാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളോ? അന്യമതസ്ഥരായ ആളുകളുടെ മനസ്സിൽ നമ്മെക്കുറിച്ചുള്ള നല്ല ബോധമുണ്ടാകുന്നു, നല്ല വിചാരമുണ്ടാകുന്നു. അവർക്ക് നമ്മെക്കുറിച്ച് പഠിക്കാനും നമ്മുടെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മുടെ ദീൻ ഉൾക്കൊള്ളാനും നമ്മുടെ ദീന് വിശ്വസിക്കാനും അത് കാരണമാകുന്നു. ഇതല്ലേ നമുക്ക് ആവശ്യം. നമ്മുടെ ദൗത്യ നിയോഗം എന്ന് പറയുന്നത് നമ്മെ ഈ ഭൂലോകത്തേക്ക് അയച്ചിരിക്കുന്നത് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് നന്മ പറയാൻ, നന്മ സ്വീകരിക്കാൻ, നന്മ ജീവിതത്തിൽ പകർത്താനുള്ള അവസരങ്ങൾ എവിടെയാണെന്ന് അന്വേഷിക്കേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ നിർബന്ധമായ ബാധ്യതയാണ്. സത്യവിശ്വാസി എപ്പോഴും ചെയ്യേണ്ടത്, എപ്പോഴും നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് പറഞ്ഞു തരാറുള്ളത് പോലെ, ഒരുപാട് നന്മകൾ ചെയ്തിട്ടില്ലെങ്കിലും ആർക്കും ദ്രോഹമുണ്ടാക്കാതെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജീവിക്കാൻ ഒരു സത്യവിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് നന്മയൊന്നും ചെയ്തില്ലെങ്കിലും ആർക്കും ദ്രോഹമില്ലാതെ, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ പെരുമാറാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. നമ്മുടെ അയൽവാസിക്കാണെങ്കിലും നമ്മുടെ കുടുംബക്കാർക്കാണെങ്കിലും ഏതു മതസ്ഥനാണെങ്കിലും അവർക്കൊന്നും ദ്രോഹമില്ലാതെ നമ്മുടെ ശബ്ദഘോഷങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ പെരുമാറ്റ രീതികൾ കൊണ്ട് ആർക്കും ദ്രോഹമില്ലാതെ പെരുമാറാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അയൽവാസി ആരാണെങ്കിലും അവനെ നമുക്ക് ആദരിക്കാൻ സാധിക്കണം. നമ്മെക്കുറിച്ചുള്ള നല്ല വിചാരം, നല്ല ചിന്തകൾ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കുണ്ടാകണം. മുഅ്മിനിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, അൽ മുഅ്മിനു മൻ അമിനഹുന്നാസു അലാ അംവാലിഹിം വഅലാ ഔലാദിഹിം. റസൂലുള്ളാഹി പറയുകയാണ്, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കെല്ലാം അവനെക്കുറിച്ച് നിർഭയമായി ചിന്തിക്കാനും നിർഭയമായി പെരുമാറാനും സാധിക്കണം. ജനങ്ങളെല്ലാം അവനെ നിർഭയനായി കാണണം. അങ്ങനെയുള്ളവനാണ് സത്യവിശ്വാസി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എന്നെക്കുറിച്ച് ആലോചിക്കേണ്ടത്, വളരെ നല്ല മനുഷ്യൻ, അയാളോട് എന്തും പറയാം, അയാളെ എന്തും ഏൽപ്പിക്കാം, അയാൾ വിശ്വസ്തനാണ്, അയാളെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്നവനാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു മഹാനായ പണ്ഡിതൻ, അള്ളാഹുവിന്റെ വലിയായിട്ടുള്ളൊരു പണ്ഡിതൻ, അദ്ദേഹം തന്റെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് വിറ്റ് മറ്റൊരു ഭാഗത്തേക്ക് താമസം മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അയൽവാസിയായ അന്യമതസ്ഥനായ ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ വിൽക്കുന്നത് നിങ്ങളുടെ വീടാണെങ്കിൽ എനിക്കു നഷ്ടമാകുന്നത് വലിയ നന്മയുള്ള ഒരു അയൽവാസിയെയാണ്. അതുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നത് യഥാർത്ഥത്തിൽ നല്ലൊരു അയൽപക്ക ബന്ധത്തെയാണ്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തടസ്സം നിൽക്കുകയും അദ്ദേഹത്തിന് വിൽക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. ഇവരൊക്കെയാണ് നമ്മുടെ മാതൃക. ഇവരാണ് നമുക്ക് നന്മ കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കിയ ഈ സത്യം, നമ്മൾ മനസ്സിലാക്കിയ ഈ ശാന്തിയുടെ മാർഗം, ഈ സമാധാനത്തിന്റെ മാർഗം, ആ മാർഗം പിന്തുടരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കേരളക്കരയിലും മഹാന്മാരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ മഹാന്മാരായ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതായാലും അന്നു മുതൽ ഇന്നുവരെ ഈ കേരളക്കരയിൽ, ഇന്ത്യ മഹാരാജ്യത്ത്, ഇവിടെ എല്ലാ മതങ്ങൾക്കും സന്തോഷത്തിന്റെ സ്വാഗതമോദിയ നാടാണ് ഈ നാട്. ഇവിടെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ കടന്നു വന്നപ്പോൾ അവർക്ക് സമാധാനത്തിന്റെ
മാർഗം കാണിച്ചു കൊടുക്കുകയും അവർക്ക് ആരാധിക്കാനും അവർക്ക് ജീവിക്കാനുമുള്ള അവസരം കൊടുക്കുകയും ഇടം നൽകുകയും ചെയ്യുകയും അങ്ങനെ ഇസ്ലാമിനിവിടെ നല്ല പുഷ്കലമായ ഒരു പരിതസ്ഥിതി ഇവിടെ വളർത്തിയെടുക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. മഹാന്മാരായ മഖ്ദൂമികളുടെ കാലത്തും അതേപ്രകാരം മമ്പുറം തങ്ങളുടെ കാലത്തുമൊക്കെ നമ്മൾ കാണുന്നത് അവരൊക്കെ കൂടുതൽ ഇടപഴകിയിരുന്നത്, മഹാനായ മഖ്ദൂം തങ്ങളുടെ കാലത്താണെങ്കിൽ അവരിടപഴകിയിരുന്നത് ഹിന്ദു വിശ്വാസിയായ രാജാവായിരുന്ന സാമൂതിരിയുമായിട്ടാണ്. സാമൂതിരിക്ക് ഇവിടെ ഒരുപാട് ഭീഷണികൾ ഉണ്ടായപ്പോ, പറങ്കികൾ ഇവിടെ കടന്നു വന്നപ്പോ, അതേപ്രകാരം വിദേശാധിപത്യത്തിന്റെ ആളുകൾ കടന്നു വന്നപ്പോ ഏറ്റവും കൂടുതൽ സാമൂതിരി രാജാവിന്റെ കൂടെ നിന്നിട്ടുള്ളത് മഖ്ദൂം തങ്ങളെപ്പോലെയുള്ള അന്നത്തെ കാലത്തെ പ്രമുഖരായ തലമുതിർന്ന മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു. അവർ ഒരിക്കലും പണ്ഡിതൻ എന്ന വേഷം സ്വീകരിച്ച് എവിടെയെങ്കിലും മാറി നിൽക്കുകയല്ല ചെയ്തത്. സാമൂഹികമായ ഇടപെടലുകൾ നടത്തുകയും രാജ്യത്തിന് ഭീഷണി ഉണ്ടായപ്പോ രാജാവിന്റെ കൂടെ, രാഷ്ട്രത്തലവന്റെ കൂടെ നിൽക്കുകയും, നമ്മൾ ആലോചിക്കുക, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം സാമൂതിരിയെ സഹായിക്കാനായി അന്നത്തെ കാലത്തെ തുർക്കിയിലേക്കും അതേപ്രകാരം ഈജിപ്തിലേക്കുമൊക്കെ മുസ്ലിം രാജാക്കന്മാർക്ക് കത്തെഴുതുകയും അവരുടെ സഹായം ലഭിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് ചരിത്രരേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ നിലകൊള്ളുന്ന ഈ ശാന്തിയുടെ, സമാധാനത്തിന്റെ ഈ ഒരു അന്തരീക്ഷം തകർക്കുന്നവരാരോ അവർക്കെതിരെ നന്മയുടെ ആളുകളുടെ കൂടെ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമൊക്കെ നമുക്ക് കാണിച്ചു തന്ന ആ ഒരു മാതൃക, പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങന്മാരും അതേപ്രകാരം സമസ്തയുടെ നേതാക്കന്മാരും നമ്മോട് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം, സമാധാനത്തോടുകൂടെ ശാന്തിയോടുകൂടെ നമ്മുടെ ദീൻ, സത്യദീൻ ഇവിടെ പുലർത്താൻ, ഇവിടെ പ്രചരിപ്പിക്കാനുള്ള നമ്മുടെ ഈ അവസരത്തിന് കളങ്കമേൽക്കാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഷ്ണുതയുടെ, സമാധാനത്തിന്റെ രീതി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നല്ലൊരവസരമുണ്ടാക്കാൻ, നല്ല ശാന്തിയോടുകൂടെ സമാധാനത്തോടുകൂടെ ഇവിടെ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസരം നൽകിയതിന്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് എല്ലാവിധ നന്ദിയും നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സദുദ്യമങ്ങളെ നിലനിർത്തുകയും നന്മയുടെ മാർഗങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ